നവകേരള സദസ്സ് ഇന്ന് വട്ടിയൂർക്കാവിൽ സമാപിക്കാനിരിക്കെ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. DGP ഓഫീസിലേക്ക് KPCCയും സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ചയും ഇന്ന് മാർച്ചുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളം ഗാങ്സ്റ്റർ സ്റ്റേറ്റായെന്ന് VD സതീശനും നവകേരള സദസ്സ് കൊണ്ട് മന്ത്രിസഭയുടെ പൊള്ളത്തരം പുറത്തായെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. ഒരു ഇമ്പാക്റ്റും ഇല്ല. ജനങ്ങൾക്ക് മന്ത്രിസഭയുടെ പൊള്ളത്തരം പിടികിട്ടി. ഏത് പ്രശ്നമാണ് പരിഹരിച്ചത്? ആരുടെ പ്രശ്നമാണ് പരിഹരിച്ചത്? കേരളത്തിലെ വികസന പ്രശ്നങ്ങളെപ്പറ്റി ചർച്ച ചെയ്തോ? ആരെങ്കിലും പരാതി വേദിയിൽ വെച്ച് പറഞ്ഞാൽ അവരെ ആക്ഷേപിക്കുന്നു. തോമസ് ചാഴിക്കാരനെ ആക്ഷേപിച്ചില്ലേ? ശൈലജ ടീച്ചറെ ആക്ഷേപിച്ചില്ലേ? അത് പേടിച്ച ഒരാളും ഈ കാര്യങ്ങൾ പറയാം. അപ്പം ഞങ്ങളത് പങ്കെടുക്കാതിരുന്നത് എത്ര നന്നായി എന്നാണ് എൻ്റെ വിലയിരുത്തൽ. നവകേരള സദസ്സ് കൊണ്ട് എന്ത് നേടി എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം. ഈ നവകേരളം കൊണ്ട് കേരളം എന്ത് നേടി? അപ്പോൾ ഒരു വശത്ത് മൃഷ്ടാന ഭോജനം കഴിക്കുന്ന മുഖ്യമന്ത്രി നാട്ടുകാരുടെ ചെലവിൽ, മറുവശത്ത് സ്വന്തം അധ്വാനത്തിൻ്റെ നികുതി വിഹിതം ഈ സർക്കാരിന് കൊടുത്തിട്ട് പോലും അവശ്യ സാധനങ്ങൾ ലഭ്യമാകാത്ത സാധാരണ ജനങ്ങൾ. ഇതൊക്കെയാണ് നവകേരളത്തിൻ്റെ ബാക്കിയായിട്ട്. ഇതാണ് നവകേരളം, ഇതാണ് പിണറായി വിജയൻ്റെ കേരളം എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ യാത്ര കൊണ്ട് കഴിഞ്ഞു. നവകേരള സദസ്സിന് എതിരായ പ്രതിഷേധങ്ങളിലൂടെ പ്രതിപക്ഷം ആക്രമണത്തിന് ലക്ഷ്യം വെക്കുന്നുവെന്ന മന്ത്രി കെ രാജൻ. DGP ഓഫീസ് മാർച്ച് ഇതിന്റെ ഭാഗമാണ്. അക്രമം ഉണ്ടാകുമെന്ന് KPCC പ്രസിഡന്റ് തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുകയാണെന്നും മന്ത്രി കെ രാജൻ. നവകേരള സദസ്സ് ഏകപക്ഷീയമായി ഗവൺമെന്റിന്റെയോ ഒരു മുന്നണിയുടെയോ ശക്തി തെളിയിക്കാനുള്ള യാത്രയായിരുന്നില്ല. മലയാളിയെ മുഴുവൻ കൂട്ടി മലയാളിയുടെ അവകാശത്തിന് വേണ്ടി നടത്തുന്ന കേരള ചരിത്രത്തിൽ മാത്രമല്ല ഇന്ത്യയുടെയും ലോകത്തിന്റെയും ജനാധിപത്യ ചരിത്രത്തിലെ വികസിതമായിട്ടുള്ള ഒരു ജനാധിപത്യ രൂപമാണ് അതിലൂടെ ഉന്നയിച്ചത്. അത് പൂർണ്ണമായും കേരളത്തിന്റെ അവകാശം സംരക്ഷിക്കാൻ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ കേരളം മേടിച്ചതുപോലെ കേരളം നടത്താൻ പോകുന്ന ഒരു മഹാസമരത്തിന്റെ ഒരു പ്രഖ്യാപനമായിരുന്നു ഈ യാത്ര. ജാഥയുടെ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും അതിനെ തുടർന്ന് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ എടുക്കേണ്ട നിലപാട് കൊണ്ടും പ്രതിപക്ഷത്തെ തന്നെ ആളുകൾ ഈ യാത്രയുടെ ശരികളെക്കുറിച്ച് പറയുന്ന അഭിപ്രായ കേന്ദ്രീകരണം കൊണ്ടും യാത്ര വിപുലമായ വിജയത്തിലേക്ക് പോയി എന്ന് തന്നെയാണ് യാത്രയിൽ മുഴുവൻ സമയം പങ്കാളിയായ ഒരാൾ എന്ന നിലയിൽ എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം. വിമർശനങ്ങൾക്ക് ഇന്നും പഞ്ചമുണ്ടായിരുന്നില്ല. പല കോണുകളിൽ നിന്നും പ്രതിപക്ഷത്തിന് മറുപടി, ഭരണപക്ഷത്തിന് വീണ്ടും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് മറുപടി. അങ്ങനെ ആ വാക്പോര് പുരോഗമിക്കുകയാണ്. VD സതീശൻ പ്രതികാരദാഹി എന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ മറുപടി. നവകേരള സദസ്സ് കണ്ടുള്ള വിഭ്രാന്തിയാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് പിന്നിലെന്നായിരുന്നു മന്ത്രി P രാജുവിന്റെ പ്രതികരണം. തീർത്തും ഒരു തെറ്റായ രീതിയിലാണ് അവർ പോകുന്നത്. അവരെടുത്ത തീരുമാനത്തിനൊപ്പം അവരുടെ അറിവ് ഈ പ്രതിഷേധത്തിൽ മുസ്ലിം ലീഗിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഇനിയിപ്പോ ആണെങ്കിൽ ഞങ്ങൾ അടികൊണ്ടിട്ടും നിങ്ങൾ ഈ കെട്ടുറപ്പ് UDFന്റെ വേണ്ടെന്ന് വെച്ചൊരു പ്രസ്താവന ഇറക്കിയെന്ന് വരാം. പക്ഷെ അവരില്ലല്ലോ. ഇന്നലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇന്നലത്തെ പരിപാടിയിലും പങ്കെടുത്തല്ലോ. സ്വന്തം പാർട്ടിക്കകത്തുള്ളവരെയും ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല, സ്വന്തം മുന്നണിക്കകത്തുള്ളവരെയും ബോധ്യപ്പെടുത്താൻ കഴിയാതെ അങ്ങേറ്റ അപക്വമായ ഒരു തീരുമാനം അവർ പരിഹാസ്യമാക്കിയിരിക്കുന്നു. ആ പരിഹാസ്യതയും ഈ നവകേരള സദസ്സിന്റെ വലിയ ജനപങ്കാളിത്തവും അതിന്റെ വിഭ്രാന്തിയും അതാണ് ഇത്തരത്തിലുള്ള അപക്വമായ തീരുമാനം എടുക്കുന്നതിലേക്ക് അവരെത്തിക്കുന്നത്. സലിം മാലിക്കുണ്ട് തിരുവനന്തപുരത്ത്. സലിം മാലിക്ക്, ഈ നവകേരള സദസ്സിന് സമാപനമാവുകയാണ്. സമാപനം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇന്ന് വട്ടിയൂർക്കാവിൽ സമാപനമാകുന്നു. പക്ഷെ മാറ്റിവെച്ച പരിപാടികളുണ്ട്. അത് ജനുവരി മാസം എറണാകുളത്ത് നടക്കുകയും ചെയ്യും. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട പ്രതിഷേധങ്ങളുണ്ടല്ലോ സലിം. KPCCയുടെ നേതൃത്വത്തിൽ പോലീസ് ആസ്ഥാനത്തേക്കുള്ള മാർച്ചും യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് പ്രതിഷേധവും. അതെപ്പോഴാണ് നടക്കുക? ഒപ്പം ഈ സമാപന ദിവസം ഏത് തരത്തിലാണ് ഈ വാക്പോര് സലിം? ഉന്മേഷ്, ഇന്നത്തോടുകൂടി നവകേരള സദസ്സ് നേരത്തെ നിശ്ചയിച്ചതിന് പ്രകാരം അതിൻ്റെ സമാപന സമ്മേളനം നടക്കുകയാണ്. നേരത്തെ കാനം രാജേന്ദ്രൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് മാറ്റിവെച്ച സദസ്സ് മാത്രമാണ് ജനുവരി ആദ്യ ദിവസങ്ങളിലായി നടക്കുക. എന്തായാലും ഈ നവകേരള സദസ്സ് സമാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് സർക്കാർ അതിനെ പരമാവധി കളറാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷം അത് വലിയ തരത്തിലൊരു സമരദിനമായി തന്നെ മാറ്റുകയാണ്. ഇന്ന് അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം നഗരം സമരമുഖരിതമാകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. 11:45 യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് തുടങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് 12 മണി കഴിഞ്ഞേക്കാം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ കണ്ടതിന് സമാനമായ ഒരു സംഘടനവും പൊരുളിയും ഒക്കെ കാണാനുള്ള സാധ്യതയെല്ലാം നിലനിൽക്കുന്നുണ്ട്. പരമാവധി പ്രവർത്തകരെ യുവമോർച്ച പങ്കെടുപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ സർക്കാരിനെതിരെ നവകേരള സദസ്സിൻ്റെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയോ യുവമോർച്ചയോ അങ്ങനെ പ്രത്യക്ഷത്തിൽ പല സ്ഥലങ്ങളിലും ഇല്ലായിരുന്നു. ചിലയിടങ്ങളിൽ കരിങ്കൊടി കാട്ടിയതൊഴിച്ചാൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിൻ്റെയോ ഒക്കെ പ്രതിഷേധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് BJPക്കും യുവമോർച്ചയ്ക്കും ശക്തി തെളിയിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഏറ്റവും അവസാന ദിവസം ഈ നവകേരളം സമാപിക്കുന്ന ദിവസം തന്നെ
യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് 11:45 തുടങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പോലീസ് ആസ്ഥാനത്തേക്ക് KPCC ആഹ്വാനം ചെയ്തിരിക്കുന്ന DGP ഓഫീസ് മാർച്ച്, അതും വലിയ നിലയിലുള്ള പ്രവർത്തക പങ്കാളിത്തം ഉറപ്പാക്കാനാണ് KPCC ശ്രമിക്കുന്നത്. KPCCയുടെ അറിയിപ്പ് പ്രകാരം 25,000-ലധികം പേർ, അതിൽ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ K സുധാകരൻ, ഒപ്പം തന്നെ മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, മറ്റ് എല്ലാ എംപിമാരും, കോൺഗ്രസിന്റെ എല്ലാ എംപിമാരും MLA-മാരും ഉൾപ്പെടെയുള്ള വലിയ നേതൃനിര ഇതിൽ പങ്കെടുപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വലിയ തരത്തിലൊരു പ്രതിഷേധം. അത് KSUവിന്റെ സമരം കഴിഞ്ഞതിന് പിന്നാലെ പോലീസ് KSU പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശിയതിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെ K സുധാകരൻ, KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞിരുന്നു, എല്ലാം 23-ന് കാണാം, 23-ന് മറുപടി തരാമെന്ന്. അതുകൊണ്ട് തന്നെ കോൺഗ്രസും അതിനെ ഒരു അഭിമാന സമരം എന്ന നിലയിലാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവിടെയും സംഘർഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നിൽക്കുന്നത് കൊണ്ട് പോലീസ് അന്ന് KSU പ്രകടനത്തിന് നേരെ നടത്തിയ രീതിയിൽ ഒരു നരനായിട്ട് നടത്തുമോ എന്നറിയില്ല. പക്ഷേ ഏതായാലും 2 പ്രധാനപ്പെട്ട പ്രതിഷേധ മാർച്ചുകൾ നടക്കാനിരിക്കുകയാണ്. സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.